Hi guys, welcome back to my channel. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കുറേ അധികം പ്രോഡക്റ്റ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രോഡക്റ്റ് റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. ഏകദേശം 3 മാസമായിട്ട് ഞാൻ കഴിയുന്ന പ്രോഡക്റ്റുകളെല്ലാം വളരെ സ്വന്തം തന്നെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കറണ്ട് പോയി അപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പോകുന്നതായില്ല. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മെയിൻലി നല്ല സോഫ്റ്റ് ആക്കി വെക്കാമെന്നുണ്ടെങ്കിൽ ചെറിയ ബോഡി സ്ക്രബൊക്കെ മതി, സക്ലായിട്ടുള്ള ഒരു ബോഡി സ്ക്രബ് മതി, ഹാഷ് ആയിട്ടുള്ള ബോഡി സ്ക്രബ് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വേണം. അതല്ലാതെ എനിക്ക് ആക്ച്വലി പ്രോഡക്റ്റുകളുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഷാമ്പൂ നിന്ന് തുടങ്ങാം. ഇത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ എൻ്റെ കംപ്ലീറ്റ് ഹെയർ കെയർ റൂട്ടീനിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഓൾറെഡി വളരെ കറക്റ്റാണ്. ഓർഡിനറി മൾട്ടി പെപ്റ്റൈഡ് സെറം അടിപൊളിയാണ്. എനിക്ക് കൂടുതലും പറയാൻ വർക്ക്സ്. ദിസ് വൺ വർക്ക്സ്. ഓക്കെ, അടുത്തത് എൻ്റെ കയ്യിലുള്ള കുറേ ഫേസ് വാഷസ് ഉണ്ട്. ഓക്കെ, അടുത്തത് എൻ്റെ കയ്യിലുള്ളത് കുറേ ഫേസ് വാഷസ് ഉണ്ട്. 1, 2, 3 ഫേസ് വാഷ് ഉണ്ട്. ഓക്കെ, 3 ഞാൻ പറയാം. ഇത് ഹരിയുടെ ഫേസ് വാഷാണ്. ഇത് ഹരി എനിക്ക് തോന്നുന്നു 3 വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം 200 ml ഉള്ളപ്പോൾ വാങ്ങി തുടങ്ങിയതാണ്. ഇപ്പോൾ അവർ 200 ml വരുത്തുന്നില്ല. അത് കഴിഞ്ഞ് 150 ml ആയി. അതിപ്പോൾ വരുന്നില്ല. ഇപ്പോൾ 130 ml. ഇതിന് ചെറുതായെന്ന് തോന്നുന്നു. ഇപ്പോൾ അല്ല, 130 ml ആണ് ഇപ്പോൾ വരുന്നത്. നല്ല പ്രൈസിയാണ്. ഇത് ഫോറസ്റ്റ് എസൻഷ്യലിൻ്റെ ഫേസ് വാഷാണ്. സാൻഡൽവുഡ് ആൻഡ് ഓറഞ്ച് പീൽ. ഇതെനിക്ക് തോന്നുന്നു മെയിൽ ഫേസ് വാഷാണ്. ജെൻസിൻ്റെ ഫേസ് വാഷാണ്. ആൻഡ് ആക്ച്വലി ഹരിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫേസ് വാഷാണ്. എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ എനിക്കറിയില്ല. ഇഷ്ടമായതുകൊണ്ടാണല്ലോ വാങ്ങുന്നത്. അപ്പം ജെൻസ് ആരെങ്കിലും കാണുകയാണെങ്കിൽ നല്ലൊരു ഫേസ് വാഷാണ്. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി പ്രൈസ് ചെയ്തു 1175 റുപ്പീസ് ഉണ്ട്. ഓക്കെ, പിന്നെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഫേസ് വാഷാണ് കേസിൻ്റെ. ഇത് ഒരു 3 വർഷമായിട്ട് ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് വലുതും ചെറുതും ഒക്കെ ആയിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റോക്ക് അനുസരിച്ചിട്ടാണ്. ചിലപ്പോൾ വലുത് കിട്ടാറില്ല, അപ്പോൾ ഞാൻ ചെറുത് നോക്കി വാങ്ങും. കീൽസിൻ്റെ അൾട്രാ ഫേഷ്യൽ ക്ലെൻസർ. എൻ്റെ ഇപ്പോൾ സ്കിൻ വരെ ഭയങ്കര ഡ്രൈ ആയിട്ട് വരികയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഹ്യൂമിഡിറ്റി നിലനിർത്തുന്ന അല്ലെങ്കിൽ മോയ്സ്ചർ നിലനിർത്തുന്ന ഫേസ് വാഷസ് ആണ് വേണ്ടത്. സ്ട്രിപ്പ് ആവാത്ത ഫേസ് വാഷസ് ആണ് എനിക്ക് വേണ്ടത്. അതിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആൻഡ് ഐ ലവ് ദിസ്. ഇത് അവയുടെ മതിൽ തന്നെ ഒരു എപ്പോഴും ട്രസ്റ്റ് ചെയ്ത് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഓക്കെ, പിന്നെ ഇത് ഞാൻ ഇപ്പോൾ തൽക്കാലം മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്നാലും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതെന്താണെന്നുള്ളത് ഇനി വരുന്ന വീഡിയോസിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം ഞാൻ പറയാം. ഓക്കെ, എന്താ കാരണം എന്നുള്ളത്. പക്ഷേ ആസ് എ പ്രൊഡക്റ്റ് ഐ ലവ് ദിസ് പ്രൊഡക്റ്റ്. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സംസാരിക്കാനുള്ളത് ഇത് ഫോക്സ്റ്റെയിലിൻ്റെ ക്ലിയർ പിക്ചർ ആക്നെ കൺട്രോൾ ക്ലെൻസർ. സാലിസിലിക് ആസിഡ് ഉണ്ട്, ഹൈലൂറോണിക് ആസിഡ് ഉണ്ട്, നിയാസിനമൈഡ് ഉണ്ട്. ഇത് ആക്ച്വലി ഓയിലി ആൻഡ് ആക്നെ പ്രോൺ സ്കിന്നിനുള്ളതാണ്. പക്ഷേ എൻ്റെ ഓയിലി അല്ല ഇപ്പോൾ സ്കിന്ന്. പക്ഷേ ഇത് നമ്മുടെ മുഖത്തിൽ എൻ്റെ ഡ്രൈ സ്കിൻ ആണെങ്കിലും ആക്നെ പ്രോൺ സ്കിന്നാണ്. പക്ഷേ എൻ്റെ ഓയിലി അല്ല, ഡ്രൈ സ്കിന്നാണ്. ഓക്കെ, പക്ഷേ ഇത് എൻ്റെ മുഖം ഒട്ടും ഡ്രൈയിങ് ആക്കുന്നില്ല. ഓയിൽ മറ്റേ സ്ട്രിപ്പ് ചെയ്ത് എടുക്കുന്നില്ല മോയ്സ്ചർ. നല്ല ഫേസ് വാഷ്. നമുക്ക് ക്ലീൻ ആവുന്നുണ്ട്. അധികം പ്രൈസും ഇല്ല. ഇന്ത്യൻ ബ്രാൻഡാണ്. ഇറ്റ് വർക്ക്ഡ് ആക്ച്വലി. ഇത് റേറ്റ് വരുന്നത് 349 റുപ്പീസ്. ക്ലിയർ സൊല്യൂഷനാണ് വരുന്നത്. ഒട്ടും കളറില്ല, മണമില്ല, ഒന്നുമില്ല. കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഫോക്സ്റ്റെയിലിൻ്റെ തന്നെ ഞാനൊരു ഫുൾ കോംബോ ആണ് വാങ്ങിയത്. ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഞാൻ സൺസ്ക്രീനിനെ പറ്റിയിട്ട് മോയ്സ്ചറൈസറിനെ പറ്റിയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടാകും തോന്നുന്നു. വാങ്ങുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മോയ്സ്ചറൈസറും ഈ 2 കോംബോ നല്ല അടിപൊളി കോംബോ ആണ്. അതല്ലാതെ ഇത് നമുക്ക് മോയ്സ്ചറൈസർ തനിയെ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ സൺസ്ക്രീൻ തനിയെ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് വേറെ മോയ്സ്ചറൈസറിൻ്റെ ഒപ്പം അപ്ലൈ ചെയ്യുന്ന സമയത്ത് എത്ര സെറമൈഡ് മോയ്സ്ചറൈസറിൻ്റെ ഒപ്പം അപ്ലൈ ചെയ്താലും എനിക്ക് ഈ ഒരു സൺസ്ക്രീൻ എനിക്ക് ബോളപ്പ് ആവുന്നുണ്ട്. ഇത് ഫോക്സ്റ്റെയിലിൻ്റെ കവറപ്പ് മാറ്റിഫൈങ് സൺസ്ക്രീൻ SPF 70 ആണ്. PA++++, 4+ വരുന്നുണ്ട്. ഇതിൽ നിയാസിനമൈഡ്, പ്രോ വൈറ്റമിൻ B5, വൈറ്റമിൻ E ഉണ്ട്. മാറ്റ് സൺസ്ക്രീൻ അറിയാമല്ലോ, ഓയിലി സ്കിന്നുകാർക്കുള്ളതാണ്. ഇത് സെറമൈഡ്. ഇത് കുറേയൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്, പേര് വായിക്കാൻ കിട്ടുന്നില്ല. ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസറാണ്. 24 hours പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതെല്ലാ സ്കിന്നിനും ഉള്ളതാണ്. പ്ലാന്റ് ബേസ്ഡ് സെറമൈഡ്സ് ആണ്. ബാക്കിയൊക്കെ മാഞ്ഞു പോയിട്ടത്. അപ്പം ഈ 2 കോംബോ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അല്ലാതെ സൺസ്ക്രീൻ തനിയെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല സൂപ്പർ മാറ്റാണ്. ഞാനിപ്പോൾ ഈ സൺസ്ക്രീൻ ഞാൻ പ്രിഫർ ചെയ്യില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈയിങ് ആണ് ഇപ്പോൾ. അതുകൊണ്ട് എനിക്കിപ്പോൾ മാറ്റ് സൺസ്ക്രീൻ അത്ര സ്യൂട്ട് ആവുന്നില്ല. സോ എനിവേ ഐ കംപ്ലീറ്റഡ് ദിസ് ആൾസോ. 2 കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പം ഇനി ഞാൻ വാങ്ങുകയാണെങ്കിൽ അവരുടെ ഹൈഡ്രേറ്റിംഗ് സൺസ്ക്രീൻ ഉണ്ട്, അതേ ഇനി ഞാൻ വാങ്ങുള്ളൂ. ആക്ച്വലി ഇത് ഈ ഒരു 3 കോംബോയും നല്ല കോംബോ ആണ് കേട്ടോ. അത് 3 കൂടെ നിങ്ങൾക്ക് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം.
ഓയിലി സ്കിന്നുകാർക്ക് ഇത് പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ റേറ്റും സൺസ്ക്രീനിൻ്റെ റേറ്റ് 595 റുപ്പീസ്, മോയ്സ്ചറൈസറിൻ്റെ റേറ്റ് 445 റുപ്പീസാണ് വരുന്നത്. ഇനി 3 സെറം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രോഡക്റ്റ് കറണ്ട് പോയിട്ട് വന്നിട്ടുണ്ട്, ഇനി എപ്പോൾ പോകുന്നുള്ളത് അറിയില്ല. അതിന് മുന്നേ നമുക്കിത് തീർത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം, കാരണം ഇതാണ് ലാസ്റ്റ് പ്രൊഡക്ട്സ്. ഇത് 3 ഓർഡിനറിയുടെ ആണ്. ഒന്ന് സാലിസിലിക് ആസിഡ് 2% ഹൈഡ്രോയിസ് സൊല്യൂഷനാണ്. ഇത് ആക്ച്വലി ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് പെർഫെക്റ്റ് ആണ്, കാരണം ഇതിൽ ഓയിൽ ബേസ്ഡ് സാലിസിലിക് ആസിഡ് ആണ്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് വാട്ടർ ബേസ്ഡ് ആണ്, ഇത് ഓയിൽ ബേസ്ഡ് ആണ്. എനിക്കിത് വർക്ക് ചെയ്തിട്ടുണ്ട്, കാരണം ചില പിമ്പിൾസ് വരുന്ന സമയത്ത്, മന്ത്ലി പീരീഡ്സ് വരുന്ന സമയത്തായാലും വരുന്ന ഹോർമോണൽ ചേഞ്ചസ് കാരണം വരുന്ന പിമ്പിൾസിനൊക്കെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. വിത്തിൻ 2 days, അങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പോകുന്നുള്ളതല്ല, വിത്തിൻ 2 days തന്നെ എനിക്ക് കുറഞ്ഞു വരുന്നുണ്ട്. ഇത് ആക്ച്വലി വർക്ക്സ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് വാട്ടർ ബേസ്ഡ് സാലിസിലിക് ആസിഡാണ്, പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാട്ടിലും വർക്ക് ചെയ്യുന്നത് എനിക്ക് ഓയിൽ ബേസ്ഡ് സാലിസിലിക് ആസിഡാണ്. അപ്പം ഇനി ഞാൻ ഉറപ്പായിട്ടും വാങ്ങും. ചിലപ്പോൾ അത് ഞാൻ വാങ്ങിയെന്ന് വരില്ല. അതിപ്പോൾ എൻ്റെ റീസെൻറ്റ് പർച്ചേസാണ്. അപ്പോൾ വാങ്ങിയിട്ട് ഏകദേശം ഒരു 2-3 ആഴ്ചയായിട്ടുള്ളൂ. പക്ഷേ എനിക്കിത് നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഇതും ഓർഡിനറിയുടെ നിയാസിനമൈഡ് 10% ആൻഡ് സിങ്ക് 1% ആണ്. ആക്ച്വലി ഈ നിയാസിനമൈഡ് എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഈവൻ ദോ ദിസ് ഈസ് ഓൺലി 10%, നമുക്ക് അപ്ലൈ ചെയ്തുടനെ തന്നെ അതിൻ്റെ എഫക്റ്റ് അറിയാം. ചെറുതായിട്ടൊരു ബേണിംഗ് സെൻസേഷൻ വരുന്നുണ്ട്. എനിക്ക് വേറെ സെറംസ് നിയാസിനമൈഡ് യൂസ് ചെയ്തിട്ടും എനിക്ക് ആ ഒരു സെൻസേഷൻ വന്നില്ല. അല്ലാതെ യൂസ് ചെയ്തപ്പോൾ വന്നിരിക്കുന്നത് ഡെർമാക്കോളിൻ്റെ 20% ഒക്കെ യൂസ് ചെയ്തപ്പോഴാണ് വന്നിരിക്കുന്നത്. ഡെർമാക്കോളിൻ്റെ സെറം എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഇതിൽ ഓർഡിനറി യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഞാനിപ്പോൾ ഓർഡിനറി തന്നെയാണ് വയ്ക്കുന്നത്. ഓർഡിനറി തന്നെയാണ്, ബ്രാൻഡഡ് ആണ് എന്നുള്ളത് ഞാൻ സെറംസ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ആൻഡ് ദിസ് വർക്ക്സ്, പിഗ്മെൻറ്റേഷൻ ആയാലും എല്ലാത്തിനും ദിസ് വർക്ക്സ് നിയാസിനമൈഡ് സെറം. അടുത്തത് ഞാൻ യൂസ് ചെയ്തത് വൈറ്റമിൻ സി ആണ്, അതായത് ascorbyl glucoside solution 12%, and I love this product. Okay, water based ആണ്, ഇട്ട പോലെ എഫക്റ്റ് ഒന്നുമില്ല, ഹെവിനെസ് ഇല്ല, സ്റ്റിക്കിനെസ് ഇല്ല. ചെറുതായിട്ടൊരു സ്റ്റിക്കിനെസ് ഉണ്ട്, അത് വൈറ്റമിൻ സിക്ക് എന്തായാലും കാണും. പക്ഷേ ദിസ് വർക്ക്സ്. ഓർഡിനറിയുടെ ഉറപ്പായിട്ടും ഇനിയും ഞാൻ റീപർച്ചേസ് ചെയ്യും. എനിക്കിപ്പോൾ എൻ്റെ കയ്യിലുള്ള മിക്ക സെറംസും ഓർഡിനറിയുടെ ആണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ഇത് ഞാൻ റീപർച്ചേസ് ചെയ്യും. ഇപ്പോൾ ഞാൻ അല്ലാതെ റീപർച്ചേസ് ചെയ്യില്ല എന്ന് പറഞ്ഞ കുറച്ച് പ്രോഡക്റ്റുകളായാലും ബാക്കിയെല്ലാം ഞാൻ റീപർച്ചേസ് ചെയ്യുന്നതാണ്. റൈറ്റ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി കറണ്ട് പോകുന്നതിന് മുന്നേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പ്രൊഡക്റ്റും കഴിഞ്ഞു. ഇനി വരുന്നത് ഞാൻ കളക്ട് ചെയ്തതനുസരിച്ചിട്ട് ഞാൻ റിവ്യൂ പറയാം. അല്ലാതെ നമുക്ക് ഇനി ഞാനിപ്പോൾ മേക്കപ്പ് വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേ കാലമായി. റാൻഡംലി എപ്പോഴും ഒരിക്കൽ ചെയ്തത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഫുൾ ഫേസ് ഒക്കെ ഒന്നും ചെയ്തിട്ട് കാലങ്ങളായി. എൻ്റെ കയ്യിൽ 2 ബ്രാൻഡ് കൂടെ എനിക്ക് കാണിച്ചു തരാനുണ്ട്. ഞാൻ മേക്കപ്പ് വാങ്ങുന്നതും കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ട് നല്ല ബ്രാൻഡ് എനിക്ക് ചേരുന്ന ബ്രാൻഡ്സ് നോക്കി വാങ്ങാം, അല്ലെങ്കിൽ പ്രൊഡക്ട്സ് നോക്കി വാങ്ങാൻ മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് മെയിൻലി ഫൗണ്ടേഷൻ ബേസ് പ്രൊഡക്ട്സ് ഞാൻ ഇപ്പോൾ വാങ്ങുന്നത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ മെയിൻലി വാങ്ങുന്നത് ലിപ്സ്റ്റിക്സ്, ബ്ലഷസ് ഒക്കെയാണ് വാങ്ങുന്നത്. എനിവേ ഐ ഹാവ് മാക്കിൻ്റെ ഒരു ഫുൾ വീഡിയോ വേണമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. ജ്യൂസി കെമിസ്ട്രിയും ഫുൾ പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത് രണ്ടിൻ്റെയും ഫുൾ പ്രൊഡക്ട്സ് എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യണം വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. അത് വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1.5 വർഷമായി. പല കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫുൾ മേക്കപ്പ് വീഡിയോ ഒന്നും ആൾക്കാർ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ട് വേച്ചാൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് റാൻഡംലി ഇഷ്ടമുള്ള പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആലോചിക്കാം. ഓക്കെ, എനിവേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ബൈ.